കാട്ടുതീയിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 24ആയി. 16 പേരെ കാണാതായതായി അധികൃതർ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് മരണസംഖ്യ പുറത്തുവിട്ടത്. വരും ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ സർവീസസ് നൽകുന്ന വിവരം. കഴിഞ്ഞ 8 മാസമായി ലോസ് ആഞ്ചലസിൽ മഴ പെയ്തിട്ടില്ല. അതിനാൽ കാലാവസ്ഥ വളരെ വരണ്ട നിലയിൽ തുടരുകയാണ്. തീ പടരുന്നതിനും അണയ്ക്കാൻ കഴിയാത്തതിനും കാരണമായി തുടരുന്നത് ഈ കാലാവസ്ഥയാണ്. ജനുവരി 7-നാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ആരംഭിച്ചത്. തുടർന്നങ്ങോട്ട് ദക്ഷിണ കാലിഫോർണിയ മുഴൽ തീ വ്യാപിച്ചു. കെന്നത്ത്, ഹഴ്സ്റ്റ്, പാലിസേഡ്സ്, ഈറ്റൺ എന്നിവിടങ്ങളിലാണ് കാട്ടുതീ രൂക്ഷം. ഇതിൽ കെന്നത്തിലെ കാട്ടുതീ 90% അണയ്ക്കാൻ കഴിഞ്ഞു. ഹഴ്സ്റ്റിൽ 76% നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ പാലിസേഡ്സിൽ ഇപ്പോഴും കാട്ടുതീ വ്യാപിക്കുകയാണ്. മൊത്തം 36,000-ലധികം ഹെക്ടർ പ്രദേശത്താണ് തീ വ്യാപിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.